നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 13.1-ന്റെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡെയിലി വേജസ് ഓഫ് 50 വർക്കേഴ്സ് ഓഫ് എ ഫാക്ടറി. അപ്പോൾ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന 50 വർക്കേഴ്സിൻ്റെ ഡെയിലി വേജസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്കിവിടെ ഡേറ്റ ആയിട്ട് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ മീൻ ഡെയിലി വേജസ് ഓഫ് ദി വർക്കേഴ്സ് ഓഫ് ദി ഫാക്ടറി ബൈ യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡെയിലി വേജസിൻ്റെ മീൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നമ്മളോട് ഇവിടെ ഏത് മെത്തേഡാണെന്ന് പറഞ്ഞിട്ടില്ല, അപ്രോപ്രിയേറ്റ് മെത്തേഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡേറ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് വലിയ നമ്പേഴ്സാണ് നമുക്ക് ഡേറ്റ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ അസ്യൂം മീൻ മെത്തേഡോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡോ ചെയ്യാം. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആകുമ്പോൾ നമുക്ക് കുറേ കൂടെ ചെറിയ നമ്പേഴ്സായിട്ട് നമുക്കിതിനെ മാറ്റാൻ പറ്റും. അപ്പം നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഡെയിലി വേജസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് കോളം എന്താണ്? നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി. അപ്പോൾ അതിനെ നമുക്ക് FI എന്നെടുക്കാം. അപ്പോൾ നമ്മുടെ ഡേറ്റ നമുക്കിവിടെ ക്ലാസ് ഇൻ്റർവെല്ലിലാണ് തന്നിട്ടുള്ളത്. ക്ലാസ് ഇൻ്റർവെല്ലായതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ക്ലാസ് മാർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ 9th പഠിച്ചതാണ്. ക്ലാസ് മാർക്കിനെയാണ് നമ്മൾ XI എന്നെടുക്കുക. എങ്ങനെയാണ് ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കുക? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലാസ് മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് ഫ്രീക്വൻസി ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ. 12, 14, 8, 6, 10. ഇനി നമുക്ക് ക്ലാസ് മാർക്ക് എഴുതാം. അപ്പോൾ 500 പ്ലസ് 520 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വരും? 1020 എന്ന് വരും. അതിൻ്റെ നേരെ പാതി എന്ത് വരും? 510. ഇതെന്ത് വരും? 500. അതായത് 520യുടെയും 540യുടെയും കൂടെ മിഡിലിൽ വരുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എന്ത് വരും? 530. അടുത്തത് 540യുടെയും 560യുടെയും കൂടെ മിഡിലിൽ 550. ഇതിൻ്റെ മിഡിലിൽ 570. അടുത്തത് 590. അപ്പോൾ XI നമുക്ക് കിട്ടി. ഇനി അടുത്തത് എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അടുത്തത് ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതായത് DI കണ്ടുപിടിക്കണം. DI എന്ന് പറയുന്നത് എന്താണ്? XI മൈനസ് A ആണ്. അപ്പോൾ XI മൈനസ് A ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മൾ A കണ്ടുപിടിക്കണം. A എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഈ ക്ലാസ് മാർക്കുകളുടെ മിഡിൽ ഏതാണോ വരുന്നത് അതാണ് നമ്മൾ A ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 ഇവിടെ നമുക്ക് 5 ഒബ്സർവേഷനേ ഉള്ളൂ. അപ്പം മിഡിൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 520 ആണ് മിഡിൽ വരുന്നത്. ഇനി 6 എണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? 6 എണ്ണം ഉണ്ടെങ്കിൽ മൂന്നാമതും നാലാമതും വരുന്നത് നമ്മൾ എടുക്കും. എന്നിട്ട് അതിലെ ചെറുത് ഏതാണോ അത് നമ്മളെടുക്കും. ആദ്യം വരുന്നത് നമ്മൾ A ആയിട്ട് കൺസിഡർ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ അങ്ങനെ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അപ്പം 550 ആണ് നമ്മുടെ A എന്ന് പറയുന്നത്. ഇനി നമുക്ക് DI കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. XI മൈനസ് A. അതായത് 510ൽ നിന്ന് 550 സബ്ട്രാക്ട് ചെയ്യണം. അതാണ് A എന്ന് പറയുന്നത്. 510 അതാണ് XI മൈനസ് A ഈസ് 550 ഈസ് ഈക്വൽ ടു എന്ത് വരും? -40 എന്ന് വരും. ഇതിൽ നിന്ന് 550 സബ്ട്രാക്ട് ചെയ്താൽ -20 കിട്ടും. ഇതിൽ നിന്ന് 550 സബ്ട്രാക്ട് ചെയ്താൽ 0 കിട്ടും. 570 മൈനസ് 520 ഈസ് 20. 590 മൈനസ് 550 ഈസ് 40. അപ്പോൾ നമുക്ക് DI കിട്ടി. ഇനി സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ നിങ്ങൾ ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കുക കേട്ടോ. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? X ബാർ ഈസ് ഈക്വൽ ടു A പ്ലസ് H ഇൻറ്റു സിഗ്മ FI UI ഡിവൈഡഡ് ബൈ സിഗ്മ FI.
അപ്പോൾ നമുക്കിവിടെ എ കിട്ടി. ഇനി നമ്മൾ എച്ച് കണ്ടുപിടിക്കണം. പിന്നെന്താ യു വൈ കണ്ടുപിടിക്കണം. യു വൈ കണ്ടുപിടിച്ചെങ്കിലേ എഫ് ഐ യു വൈ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊക്കെ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നിങ്ങളവർക്ക് ഒത്തിരി ലെങ്തി ആണല്ലോ എന്ന് നിങ്ങൾക്കൊരു ചിന്ത വരും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? യു വൈ. യു വൈ കണ്ടുപിടിച്ചെങ്കിലേ എഫ് ഐ യു വൈ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. യു വൈ എന്ന് പറയുന്നത് എന്താ? ഡി ഐ ബൈ എച്ച് ആണ്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എച്ച് ഈസ് ദി ക്ലാസ് സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്തിനെ അല്ലെങ്കിൽ ക്ലാസ് സൈസിനെയാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ഈ 500 to 520 വരെയുള്ള ക്ലാസ് സൈസ് എന്താ? ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നതാണ് അല്ലേ. 520 നിന്ന് 500 സബ്ട്രാക്ട് ചെയ്താൽ 20 കിട്ടും. ഇവിടെ എല്ലാത്തിൻ്റെയും ക്ലാസ് സൈസ് 20 തന്നെയാണ്. രണ്ടും തമ്മിൽ 20യുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് 20 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തെഴുതാം? യു ഐ എന്ന് പറയുന്നത് എന്താണ്? ഡി ഐ ബൈ എച്ച്. എച്ച് ഈസ് 20. ഡി ഐക്ക് പകരം എക്സ് ഐ മൈനസ് എ ബൈ എച്ച് എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. എക്സ് ഐ മൈനസ് എ തന്നെയാണ് ഡി ഐ. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്ത് വരും? -40 ബൈ 20. -40 ബൈ 20 ഈസ് -2. -20 ബൈ 20 ഈസ് -1. ഇത് 0 ആവും. 20 ബൈ 20 1. 40 ബൈ 20 ഈസ് 2. അപ്പോൾ നമുക്ക് യു വൈ ഇപ്പോൾ കണ്ടോ നമ്പേഴ്സ് കുറേ കൂടെ ഏറ്റവും ചെറുതായിട്ട് വന്നു അല്ലേ. ഇനി നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇനി എന്ത് കണ്ടുപിടിക്കണം? എഫ് ഐ യു വൈ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് വരും? എഫ് ഐ ഈസ്, അപ്പോൾ ദാ എഫ് ഐ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം. ഇതാണ് എഫ് ഐ. കണ്ടോ? 12 ഇൻറ്റു 2 24. അപ്പോൾ -24 സൈൻ നോക്കി ചെയ്യുക. 14 ഇൻറ്റു -1 -14. 0 ഇൻറ്റു 8 0. 6 ഇൻറ്റു 1 6. 10 ഇൻറ്റു 2 20. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത്? സിഗ്മ എഫ് ഐ യു ഐ ആണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെഴുതണം. = എന്ത് വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 20 30 38 -38 വരും. ഇത് രണ്ടും കൂടെ 26 വരും. അപ്പോൾ -38 + 26 എന്ത് വരും? -12. പിന്നെ നമുക്ക് സിഗ്മ എഫ് ഐ വേണം. സിഗ്മ എഫ് ഐ നമ്മൾ കൂട്ടി നോക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര വർക്കേഴ്സാണ്? 50 വർക്കേഴ്സാണ്. സോ സിഗ്മ എഫ് ഐ ഈസ് 50. പിന്നെ എച്ച് നമ്മൾ എത്രയാണ് എടുത്തത്? എച്ച് ഈസ് 20. എ ഈസ് 550. ഇനി നമുക്ക് വാല്യൂസ് എല്ലാം ഇതിലേക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ നമ്മൾ ആദ്യമേ എഴുതി A+H ഇൻറ്റു സിഗ്മ എഫ് ഐ യു ഐ ബൈ സിഗ്മ എഫ് ഐ. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 550 പ്ലസ് എച്ച് ഈസ് 20 ഇൻറ്റു സിഗ്മ എഫ് ഐ യു ഐ ഈസ് -12 ഡിവൈഡഡ് ബൈ 50. കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 0 കട്ടായിപ്പോയി. അപ്പോൾ എന്തായി? 550 -12 ഇൻറ്റു 2 24. -24 ബൈ 5. ഇനി നമുക്ക് ഇത് തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ LCM എടുത്ത് ചെയ്താൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് 24 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കുക. 5 4s are 24. 0 ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് 0 ഇടുന്നു. 8 5s are 40. അപ്പോൾ 4.8 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 550 മൈനസ് 4.8 എന്ത് വരും? 545.2 എന്ന് കിട്ടി. അപ്പോൾ 545.2 റുപ്പീസാണ് എന്താ മീൻ വേജ് എന്ന് പറയുന്നത്. എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ഫൈൻഡ് ദ മീൻ ഡെയിലി വേജസ് ഓഫ് ദി വർക്കേഴ്സ്. അപ്പം എന്തെഴുതാം സ്റ്റെപ്പ്? therefore the mean daily wages is rupees 545.2. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. ഏറ്റവും വാല്യൂസ് സിമ്പിളാക്കി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഈസി ആയിരിക്കും. വലിയ വലിയ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ തെറ്റ് സംഭവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ വാല്യൂസിനെ ചെറുതാക്കി സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലോട്ട് പോയത് കേട്ടോ. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ചെയ്യാൻ പാടൊന്നുമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.